Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Sir പറയണൊന്നും കേൾക്കുന്നില്ല. ഇല്ല, എന്റെ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യടാ. ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. Okay. Okay. ഇപ്പൊ കേൾക്കാമോ? Yes. Hi, sir. Okay. Yes, who is doing prayer? Prayer ഉണ്ടോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്നത് പോലെ എഴുതുക. ഹെഡിങ് എഴുതുക, മിഡ് ടേം എക്സാമിനേഷൻ. മിഡ് ടേം എക്സാമിനേഷൻ ഹെഡിങ് എഴുതുക. മിഡ് ടേം എക്സാമിനേഷൻ. ഓക്കെ, അതിന്റെ താഴെ റോമൻ ലെറ്റർ 1 എഴുതും. റോമൻ ലെറ്റർ 1 എഴുതിയില്ലേ? യെസ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ സാറേ, ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞേ. ഹെഡിങ് ആയിട്ട് മിഡ് ടേം എക്സാമിനേഷൻ, അതിന്റെ താഴെ റോമൻ ലെറ്റർ 1. ആ 1ന്റെ നേരെ fill in the blanks with correct CORRECT, correct article, ARTICLE, article. ഓക്കെ, ഇനി അതിന്റെ താഴെ 1, ക്വസ്റ്റ്യൻ നമ്പർ 1. She is dash intelligent, INTELLIGAD, intelligent girl, GIRL, girl. ഓക്കെ, എന്നിട്ട് ABC എന്ന് പറയുന്ന 3 മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ കൊടുക്കുക. എ ആൻഡ് എഴുതിയിട്ട് ആൻഡ്, ബി എന്ന് എഴുതിയിട്ട് എ, സി എന്ന് എഴുതിയിട്ട് ബി,
THE. ഓക്കെ, അഖില ഇവിടെ ഏത് വെച്ചാൽ ഫില്ല് ചെയ്യണ്ടേ? ആനല്ലേ സർ? And is the correct answer. Okay, okay. രണ്ടാമത്തെ question. Question number 2. Teacher, TEACHER, teacher asked ASKED, asked me, 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 dash, EC, EASY, EC, question, QUESTION, question. അടിയിൽ ABC എന്ന് പറയുന്ന 3 നമ്പർ കൊടുത്തിട്ട് നേരത്തെ എഴുതിയ അതേ മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾ എഴുതിക്കും. ആനും എയും ഡിയും ABC എന്ന് കൊടുക്കും. ഓക്കെ, അത് ദേവേശ്വർ അർച്ചന പറയൂ, ഇവിടെ എന്താ വരിക? ഈസി എന്ന് വരുന്നോണ്ട് അവിടെ ആൻ വരാം. പക്ഷെ ടീച്ചർ ആസ്ക്ഡ് മീ ആൻ ഈസി എന്ന് വരുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് എ ആസ്ക്ഡ് മീ ആൻ ഈസി എന്ന് വരുമോ? ടീച്ചർ ഇങ്ങനെ വായിച്ചു വെച്ചപ്പോ ഒരു ലോജിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചു. സാറേ സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ AEIOUന്റെ മുൻപിൽ ആൻ ചേർക്കുമെന്ന് പഠിക്കുമല്ലോ. അപ്പൊ ഇതുപോലെ സെന്റൻസസ് വരുമ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മള് AEIOU എന്ന് പറയുന്ന വൗവൽ സൗണ്ട് വൗവൽ അക്ഷരം മാത്രം നോക്കിയാൽ പോരാ, സൗണ്ട് കൂടി നോക്കണം കേട്ടോ. അതേ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യണതും അത് തന്നെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നുസ്രത്തിനാണ് ചോദ്യം. ഇറ്റ് സ്മെൽസ് SMELLS smells very 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 delicious 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 in dash kitchen KITCHEN kitchen. It smells very delicious in dash kitchen. In the kitchen, answer. Okay, in the kitchen. Correct answer. അടുത്തത് റഷീദയാണ് അടുത്തതിന്റെ ആൻസർ. ചോദ്യം ഇതാണ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണോട്ടെ. പ്ലീസ് PLEAIC, please give me dash ഒന്നുകൂടെ പറഞ്ഞ സാറേ, എനിക്ക് ക്ലിയർ അല്ല കേട്ടോ, നെറ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട്. Okay, don't worry. Please give me dash glass of GLASS glass of water. Please give me dash glass of water. Okay, Rashida. Yes, Jasna. A, correct answer, Jasna. Correct answer. Very good. Yes. Next question. Dash earth ഇത് പറയേണ്ടത് Asha's holy. Dash earth is round, ROUND, round. അപ്പൊ നേരത്തെ പറഞ്ഞ ABC എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ചെയ്തു. സർ ആൻ സാലി മനീഷ.
സിനി സാർ പറയൂ, എന്ത് വരും ഇവിടെ? ദ ദി വരുള്ളൂ. ഷഹോളി ദി, കാരണം പ്രപഞ്ചത്തില് ഒരെണ്ണമായിട്ടുള്ള വസ്തുവിന്റെ മുന്നിൽ എപ്പോഴും എന്ത് വരുള്ളൂ? ദി എന്ന് വരുള്ളൂ. അതുകൊണ്ടാണ് എർത്ത് തന്നെ. ശരി, അപ്പൊ ഇവിടെ ഷഹോളി ചിന്തിച്ചത് ഈ വവ്വൽസ്, പക്ഷെ ഇത് സേ ദ ഓൺലി വൺ ഇൻ നേച്ചർ. ഓക്കെ ഓക്കെ സിനി, റൈറ്റ് ആൻസർ. ഇനി റോമൻ ലെറ്റർ 2 ഉണ്ട്. റോമൻ ലെറ്റർ 2. യെസ്, എന്നിട്ട് അതിന് നേരെ എഴുതിക്കൂ. fill in the blanks, fill in the blanks using USINC, using correct form of the CORRECT, correct form of the verb, correct form of the verb, VERB. Okay, അതിന്റെ താഴെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. യെസ്, ഇതിന്റെ ആൻസർ പറയേണ്ടത് അനു തോമസ് ആണ്. ചോദ്യം എഴുതിക്കോളൂ. എ ബോയ് and a girl dash sitting SITTING dash sitting in the park. Okay, അതിന്റെ അടിയിൽ ABC 3 ഉത്തരം എഴുതിക്കോ. A R ARE R, B is IS is, C AM AM. ഓക്കെ, പറഞ്ഞോളൂ. A boy and a girl is sitting in the park. Rija, Sudhi, Rija വന്നിട്ടുണ്ട്. റീജ പറഞ്ഞോളൂ. റീജ. ഓക്കെ, ആർന്നല്ലേ പറഞ്ഞേ? അനു, അവിടെ ആറാ പറഞ്ഞു. എ ബോയ്, രണ്ടും പ്ലൂറലാണ്. അപ്പൊ അവിടെ എന്തായി? 2 പേരുണ്ട്, പ്ലൂറലാണ്, 6ആണ്. The girl, അടുത്തതിന്റെ ശ്രുതി പറയണേ. The girl as well as her parents, PARENTS, as well as her parents dash sitting in the park. The girl as well as her parents dash sitting in the park. അതിന്റെ അടിയിൽ ABC എന്ന് എഴുതിയിട്ട് നേരത്തെ എഴുതിയേക്കുന്ന അതേ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്തു. 6 ഈസ് ആർ, അതേ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സുധി പറഞ്ഞോളൂ. 6 അല്ലേ സർ? 6 ആണ്. രേഷ്മ? Sir, the girl as well as her parents is sitting in the park. ഈസ്. സുധി, ആസ് വെൽ ആസ് എന്ന് പറയുന്ന വീട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള മുമ്പുള്ളതായിരിക്കും സബ്ജക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആസ് വെൽ ആസിന് തൊട്ട് മുമ്പുള്ളത് ഏതാണ്? ഗേൾ അല്ലേ, ഒരാളല്ലേ ഉള്ളൂ, ഈസ്. മറന്നുപോയതൊക്കെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ്, അടുത്തതിന്റെ ആൻസർ ജ്യോതിലക്ഷ്മി. ദ നമ്പർ ഓഫ്, എഴുതി കഴിയട്ടെ ജ്യോതിലക്ഷ്മി, പേടിക്കണ്ടേ. മറ്റേ ദ നമ്പർ ഓഫ് ബുക്സ്, BOOKS, ബുക്സ് in the shelf, SHELF. The number of books
in the shelf dash reduced REDUCED reduced. ഓക്കെ, അതിന്റെ അടിയിൽ ABC എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ അതേ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ തന്നെ എഴുതിയിട്ടു. ഓക്കെ, ഈസ് റെഡ്യൂസ്ഡ് എന്നാണോ? ഈസ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നു. ബുക്സ് എന്ന് കാണുന്നുണ്ടാകാം അല്ലേ? ബുക്സ്, ആ ബുക്സ് എന്ന് പറയുന്ന പ്ലൂറൽ അല്ലേ എന്ന് തോന്നുന്നു. പക്ഷെ ബുക്സ് അല്ല, ബുക്സിന്റെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിംഗുലർ ആണ്. നമ്പർ ഓഫ് ബുക്സ്, ബുക്കിന്റെ എണ്ണം. ബുക്സ് അല്ല സബ്ജക്ട്, ബുക്സിന്റെ എണ്ണമാണ്. യെസ്, ഈസ് ആണ് കറക്റ്റ്. അടുത്തത് നത്തിങ്. ഐശ്വര്യ KM അടുത്തത് കേട്ടോ. നത്തിങ് dash impossible. IMPOSSIBLE impossible. ഓക്കെ, അടിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ABC നേരത്തെ എഴുതിയ അതേ ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്തു. ABC. യെസ്, പറഞ്ഞോളൂ ഐശ്വര്യ. ഈസാണ്. ഈസാണോ? ആണോ എന്ന് ചോദിക്കണ്ട, ഈസാണ് എന്ന് പറഞ്ഞു. ഓക്കെ, യു ആർ റൈറ്റ്, കറക്റ്റ് ആൻസർ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. യെസ്. പിന്നെ അടുത്തത് റോമൻ ലെറ്റർ 3. എഴുതിക്കോളൂ. fill in the blanks using USINC, using correct form of CORRECT, correct form of the verb. Okay, അതിന്റെ താഴെ ക്വസ്റ്റ്യൻ നമ്പർ 1. എഴുതിക്കോ. If I practice, PRACTICE, if I practice, I dash better. If I practice, I dash better. അടിയിൽ ABC എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സിലുള്ള 3 ആൻസർ. അതിൽ A will get, WILL will get, B would get, C got, got. അപ്പൊ 3 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്നുള്ള ഐശ്വര്യ? ഓപ്ഷൻസ് ഒന്നും കൂടെ പറയാം. will get, would get, got. 3 will get, would get, got. I would get. ഉഷ വേണു? അജിത ദീപു? Sir, will get. I will get. Will get. But if I practice, present practice. Present വരുമ്പോ അപ്പുറത്ത് വില്ല് ശാലു എന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറന്നുപോയി കേട്ടോ. Question number 2. If
ദീപോലെ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അടുത്ത് റിനി വീട്ടിൽ ആൻസർ കണ്ടത്. ഇഫ് I see my boss, BOSS. If I see my boss, I dash him. Question. I will repeat it once more. If I see my boss, I dash him. Adili ABC. A. Would ask. WOULD. Would ask. B. Will ask. WILL. Will ask. C. Asked. 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 Yes, really പറഞ്ഞോളൂ. വുഡ് ആസ്ക് അല്ലേ വരിക? വുഡ് ആസ്ക്. ദീപ? Villas. ഉഷ അത് പറഞ്ഞു. ദീപ? ദീപനെ കിട്ടിയില്ല. ഫാത്തിമത്ത്? Sir, will ask. Will ask. വില്ലാസ്. റിനി വില്ലാണ്. കാരണം നോക്കി, ഇഫ് ഐ സി കാണുക പ്രസിഡൻസിൽ. പ്രസിഡൻസ് വരുമ്പോ അപ്പുറത്ത് എന്താ വരാ? വില്ലല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ ഷാല്, ക്യാൻ എന്ന് പറഞ്ഞതാണ്. അടുത്തതിന്റെ ആൻസർ സന്ധ്യ പറയുക. ആദർശ സന്ധ്യ. എഴുതിക്കോളൂ. ഇഫ് മെഴ്സി, MERCY, Mercy had time. If Mercy had time, she visit. Adarsh, good idea. സമയമുണ്ട്. If Mercy had time, she visit. VISIT. Visit her boyfriend. എന്നിട്ട് ആ വിസിറ്റ് എന്നുള്ള ബ്രാക്കറ്റിലിട്. വിസിറ്റ് എന്നുള്ള വേർഡ് ബ്രാക്കറ്റിലിട്. ഓക്കെ. ചോദ്യം ഇങ്ങനെ വരാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മാറ്റിയിട്ടതാണ്. അതിന്റെ അടിയിൽ ABC എന്ന് പറയുന്ന 3 ആൻസർ ചെയ്തു. എ visits, VISITS. B. Will visit, WILL. Will visit. C. Would visit. പറഞ്ഞോളൂ സന്ധ്യ. ഇതാണ്. ഓക്കെ. ആദർശ് എന്താ പറഞ്ഞേ? സന്ധ്യ എന്താ പറഞ്ഞേ? ഓക്കെ. ഒരാളുടെ ആൻസർ കേട്ടു. ഞാൻ ശരിയാണോ തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മള് സന്ധ്യയോട് ചോദിച്ചേക്കട്ടെ കേട്ടാ. പറഞ്ഞോളൂ സത്യ. ഒന്നുകൂടി പറഞ്ഞേ. He will visit. അല്ലേ? ഇനി നമുക്ക് ഒരു ചാൻസ് കൊടുക്കാം. അശ്വതി സുധീർ പറഞ്ഞോളൂ. Sir, she will visit her boyfriend. Yes. അപ്പൊ ഞാൻ ഇപ്പൊ 3 പേരോട് ചോദിച്ചു. അപ്പൊ 2 പേര് ഒരു ടൈപ്പും വേറെ ആള് നമ്മുടെ ഉഷ വേറെ രീതിയും പറഞ്ഞു. ഉഷ പറഞ്ഞാൽ കറക്റ്റ്. എനിക്ക് ഹാഡ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അപ്പുറത്ത് വുഡ് വരും. വുഡാണ് കറക്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എല്ലാം മറന്നുപോയി മക്കളെ. യെസ്. അടുത്തത്. If he
if he dash me, if he dash me at the Abama San, if he dash me, I would have gone, G-O-N-E, gone for the party. For the party. P-A-R-T-Y, party. I will repeat. If he dash me, I would have gone for the party. അതിൽ എ ബി സി എന്ന് പറയുന്ന 3 ആൻസർ. അതിൽ എ had invited, HAD, had invited, INVITED. B, has invited, HAS, has invited. C, has been invited, has been invited. പറഞ്ഞോളൂ സാനു. ആ ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ സാറേ. മൾട്ടിപ്പിൾ ചോയ്സ്. Yes, has been invited. ഫസ്റ്റിലാണോ സാറേ? ഹാഡ് ബീൻ ഇൻവൈറ്റഡ് ആണ് അല്ലേ? ഫസ്റ്റില്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമ്മുടെ സാനുകൂടെ അഭിപ്രായം പറയട്ടെ. അപർണ, സാനു. അപർണനെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. രേഷ്മ, രമേശ്. Sir, if he had invited me, I would have gone for the party. Very good, very good. Usha and Reshma, answer is correct. Would have അപ്പുറത്ത് വന്നപ്പോൾ ഇപ്പുറത്ത് ഹാഡ് വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. Yes, very good. Had ആട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. If ഇത് സഫീറ കൊള്ളാണ്. If I were you, if I were, W-E-R-E, were you, I share, S-H-A-R-E, share the room. I will repeat the question. If I were you, I share the room. എന്നിട്ട് ആ ഷെയർ എന്നുള്ളത് ഒന്ന് ബ്രാക്കറ്റിലെത്തിക്കും. ഷെയർ ബ്രാക്കറ്റ്. ഓക്കെ, ഇനി അതിന്റെ താഴെ ABC 3 ആൻസർ. വിൽ ഷെയർ, ബി വുഡ് ഷെയർ, സി would have shared, S-H-A-R-E-D. Would have shared. Okay, Safira. Would share. It's a correct answer. Where on the കഴിഞ്ഞപ്പോൾ past ആയി. Would share is a correct answer. Very good, very good. ഇനി അടുത്തത് റോമൻ ലെറ്റർ 4, 4. അടുത്തതിന്റെ ആൻസർ പറയേണ്ടത് അനു തോമസ്. അനു തോമസ് ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ സഫീർ അല്ലേ പറഞ്ഞത്? യെസ്, അനു തോമസ്. യെസ്, ചോദ്യം ഇതാണ്. fill in the blanks. Using
using correct, 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 reflexive, refle, xiv, reflexive pronoun, pronoun, pronoun. Fill in the blanks using correct, reflexive pronoun. Yes. Adile, question number 1. The bird, bird, bird flies, flies, flies by by dash. The bird flies by dash. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എഴുതിക്കോളൂ. A itself, ITSELF. B themselves, THEMSELVES, themselves. C bird self, BIRDSELF. Yes. പറഞ്ഞോളൂ അനു. The bird flies by themselves, itself. ഏതിനൊന്ന് ഉറപ്പിക്കാനു? Itself. ഉറപ്പിച്ച മറുല്ല. Himself, sir. ഓക്കെ, കറക്റ്റ് ആൻസർ. ബേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സെൽഫ്. അടുത്ത ചോദ്യം ആൻസർ പറയേണ്ടത് അഖില. ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രാവശ്യം ഞാൻ ചോദ്യം ചോദിക്കാത്ത ആരുമില്ലല്ലോ. ഒരു ചോദ്യം വെച്ച് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ 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 യെസ്. അപ്പൊ ദീപനെ സഹായിക്കട്ടെ. ദീപക്ക് നെറ്റ് കിട്ടുന്നില്ല. യെസ്. അടുത്ത ചോദ്യം എഴുതിക്കോളൂ. ഹി വിൽ ഡു ഇറ്റ്, ഹി വിൽ ഡു ഇറ്റ് by by dash. He will do it by dash. അടിയിൽ ABC എന്ന് പറയുന്ന 3 ആൻസർ. A itself, B himself, C herself, HERSELF. Agila, it is your turn. Himself, Allah, sir. Himself. Himself. He will do it by himself. ഉറപ്പിച്ചു? അങ്ങനെ സാർ ഒന്നുകൂടെ ചോദിക്കരുത്, ഉറപ്പിച്ച്. യെസ്. ഓക്കെ 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 ഓക്കെ. ഞാൻ കുറിപ്പിന്റെ ഉറപ്പാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പൊ അഖില ഉറപ്പിച്ചു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഉഷ, കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3. അർച്ചന പറയണേ. She hurts, HURTS, hurts dash. Okay. And the ABC multiple choice. നേരത്തെ എഴുതിയ ABC ഇല്ലേ? itself, himself, herself. അതെല്ലാം ഒന്നുകൂടി. He hurts itself. Yeah. She hurts itself. Itself. Nusrat? Herself. Herself ആണ്. എങ്ങനെ itself എന്ന് അർത്ഥം? അവളെ തന്നെ മുറിപ്പെട്ടു. She സബ്ജക്റ്റ് ആണ്, herself ആണ്. ഹർട്ട് വെർബാണ്. യെസ്, herself ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. They റഷീദ കാണേ. They enjoy, ENJOY, enjoy dash. They enjoy dash. അടിയിൽ ABC multiple choice. A themselves, THEMSELVES. B
himself, C, herself. Herself. പറഞ്ഞോളൂ റഷീദ. റഷീദ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല എന്ന് തോന്നുന്നു. ജസ്റ്റിന പറഞ്ഞോളൂ. themselves ആണോ? എന്താണ്? themselves. ഓക്കെ, ഉറപ്പാ. കറക്റ്റ്. themselves ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. She hanged, H-A-N-G-E-D. She hanged dash. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പറയേണ്ടത് ആശ. സാറേ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ സാറേ പ്ലീസ്. ഓക്കെ. She hanged, H-A-N-G-E-D. തൂക്കിക്കൊല്ലുക. She hanged dash. യെസ്, അതിന്റെ അടിയിൽ A-B-C 3 ആൻസർ. A, himself. B, herself. C, itself. himself. എന്തോ ഹിംസെൽഫ് അല്ലേ പറഞ്ഞേ? അതെ സർ. ഓക്കെ. ആശ ഹോളി. യെസ്. സരി മനീഷ. സിനി. herself. ഓക്കെ. ഉഷ എഴുതിയേക്കുന്ന സബ്ജക്ട് ഹീ എന്നാണ് ഷീ എന്നാണ്? സാറേ ഹീ എന്നാണെങ്കിലും കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഷീ അത് കേൾക്കുമ്പോഴേ സാറേ അങ്ങനെ തോന്നിയത്. എനിക്ക് ഞാനും ഹി എന്ന് എഴുതി വെച്ചത്. ഓക്കെ. ഹീ എന്ന് എഴുതിയേക്കുന്നവരാണെങ്കിൽ ഹിംസെൽഫ് കറക്റ്റ് ആണ്. ഷീ എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഹെർസെൽഫ് ആണ് കറക്റ്റ്. ഓക്കെ. ആ സബ്ജക്റ്റ് വന്നേക്കണം എന്താണ് അതനുസരിച്ച്. ഓക്കെ. അടുത്തത് റീജ പങ്കജ്. ആൻസർ പറയും. പകുതിയെ കേൾക്കുള്ളൂ, പകുതി ഓപിക്കുക. യെസ്. ഓക്കെ. യെസ്. അതുകൊണ്ട് മതി, ഞാനല്ലേ ഉള്ളത്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാൽ പോരെ, ഞാൻ റിപ്പീറ്റ് ചെയ്യില്ലേ. ഞാനിത് തിങ്കളാഴ്ച വന്ന് നിങ്ങൾക്ക് ഇത് പറയണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നാല്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് തിങ്കളാഴ്ച അവധി വന്നു പോയില്ലേ. അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് ആതിര ടീച്ചറിനോട് ബലം പ്രയോഗിച്ച് പീരീഡ് വാങ്ങിച്ചതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതേ മോഡലുള്ള ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരും. നിങ്ങൾ തൽക്കാലത്തേക്ക് എല്ലാവരും കൂടി പഠിച്ച്, ഇപ്പൊ നമ്മൾ അടുത്തൊരു ഫോമുലൊക്കെ കൊണ്ട് പറയും, ആ 5 മോഡലിലുള്ള വരുന്ന ചോദ്യങ്ങൾ വശങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ ഉള്ളതൊന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 10 ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് എല്ലാം കൂടെ ഒരു ദിവസമാണോ സാറേ? എല്ലാം കൂടെ ഒരു ദിവസമാണോ? മതിയല്ലോ, ഒറ്റ പരീക്ഷയല്ലേ. യെസ്. ഇനി റോമൻ ലെറ്റർ 5. Fill in the blanks using USING, using appropriate, 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 relative, 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 pronouns, PRONOUNS. റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1,
I know KNOW. I know the lady, LADY, lady dash son is dash son, SON, Magan, is my classmate. My classmate. Good stuff. I will repeat the question. I know the lady dash son is my classmate. And A, B, C. No answer. A. Safira, other herself, itself. Itself ആണ് correct. അതെന്താ അങ്ങനെ വന്നേ? അതൊന്ന് അർത്ഥം നോക്കി. ഷീ അല്ലേ? അല്ല അത് സാർ മറ്റേ മോക്ക് ടെസ്റ്റ് ഇട്ട് തന്ന അപ്പൊ അതിലുള്ളതാണ്, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ മനസ്സിലാണ്. ആ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. അവള് യുവർ ഡൗട്ട് ഈസ് വെരി ഇന്റലിജന്റ്. പറഞ്ഞു. അവള് പ്രൊജക്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നല്ല. അവൾ പ്രോജക്റ്റ് അവള് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നല്ല പറഞ്ഞിരുന്നത്. ഷീ കംപ്ലീറ്റഡ് ദ പ്രോജക്ട് ഹേഴ്സെൽഫ് കറക്റ്റ് ആണ്. ആ ടുഡേ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് തന്നെ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ ടുഡേ ഓക്കെ. വാക്ക് അവിടെ ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഫീറ പറഞ്ഞത് ഓക്കെ. അല്ല അത് ഞാന് മോക്ക് ടെസ്റ്റിൽ അങ്ങനെ ചെയ്തേ. ബയ്യ ആൻസർ വന്നത് ഇറ്റ്സെൽഫ് ആണ്, അതാ ഹെർസെൽഫാ ചെയ്തേ. ഇപ്പൊ കത്തിയില്ലേ? ഇപ്പൊ മനസ്സിലായി. Yes, okay, very good, very good. Yes. Above again, I know the lady that son is my classmate. A, B, C. A. Whose? WHOAC. Whose? B. Who? WHO. Who? C. Whom? WHOM. Whom? Okay, Rija, correct answer. Whose? I know Very the good. lady whose Very son good, very is my good. classmate. Very good. I know the lady. എനിക്ക് ആ പെൺകുട്ടി അറിയാം. Whose son? ആരുടെ മകനാണോ is my classmate. ആരുടെ മകനാണോ എന്റെ ക്ലാസ്മേറ്റ്? ആ ലേഡി എനിക്കറിയാം. അവരുടെ മകൻ ആരാണ്? എന്റെ ക്ലാസ്മേറ്റ് ആണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുധി, യുവർ ടേൺ. That is the place PLSA. That is the place PLSA. Place dash I saw him. SAW saw. That is the place dash I saw him. SAW saw him. അതിന് A, B, C എന്ന് പറയുന്ന മൂന്ന് ആൻസർ. A. When. 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 B. Where. WHERE. C. Who. WH. പറഞ്ഞോളൂ ശ്രുതി. ഓക്കെ. ഉഷ കറക്റ്റ്, ശ്രുതി കറക്റ്റ്. വെയർ ആണ്. ദാറ്റ് ഈസ് ദ പ്ലേസ്. ഇതാണ് ആ സ്ഥലം. വെയർ, എവിടെ വെച്ചാണോ ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടത്, ആ സ്ഥലം ഇതാണ്. വെയർ ഇറ്റ്സ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ജ്യോതിലക്ഷ്മി. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 3. This is the boy. This is the boy dash is my friend. FRIEND. This is the boy dash is my friend. FRIEND. Yes, അടിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് A, B, C എഴുതിക്കോളൂ. A. Whom. 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 B. Whose. WHOAC. C.
who, 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 whom, whose, who. So, ആർക്കാൻ ജ്യോതിഷ്മിക്കല്ലേ ആൻസർ? പറഞ്ഞോളൂ ജ്യോതിഷ്മി. പറഞ്ഞോളൂ. Who is my friend എന്നാണ് സർ. ആണോ? യെസ് സർ. മൂന്നെണ്ണം തന്നതിൽ വെച്ച് നോക്കുമ്പോ അതാണ് കറക്റ്റ് എന്ന് തോന്നുന്നു അല്ലേ? വെച്ച് വായിച്ചൊക്കെ നോക്കിയപ്പോ. യെസ് സർ, ദിസ് ഈസ് ദ ബോയ് ഹു ഈസ് മൈ ഫ്രണ്ട്. കൊച്ചിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറപ്പിച്ചാ? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ് കേട്ടോ, കറക്റ്റ് ആണ്. യെസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. This is the person, P-E-R-S-O-N. Aishwarya K. Answer. This is the person dash lives, L-I-V-E-S, lives in next street. Next street. Yes. This is the person that lives in the next street. ABC. Answer A. That. B. Whose. WHOAC. Whose. No. C. Whom. 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 That. Whose. Whom. That ആണോ? That അല്ലേ? ഐശ്വര്യ ദാറ്റ് എന്ന് ഉറപ്പിച്ചു. ഉഷയുടെ പറഞ്ഞല്ലേ? യെസ്. ഐശ്വര്യ ആൻസർ പറഞ്ഞേ. ഞാനാ പറഞ്ഞ ദാറ്റ്. ഓക്കെ 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 ഓക്കെ. ഇനി അവിടെ നിൽക്കട്ടെ, ഞാനത് കറക്റ്റ് ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഐശ്വര്യയുടെ ഉത്തരവുകൾ പറയട്ടെ. ഐശ്വര്യയുടെ ടേൺ അല്ലേ? അപ്പൊ ഐശ്വര്യക്ക് എന്തെങ്കിലും പറയാൻ കാണുമല്ല. ഉഷ അങ്ങനെ പറഞ്ഞതും പറയൂട്ടാ. ഹൂസാണ് അല്ലേ? അപ്പൊ രണ്ട് വ്യത്യസ്ത അഭിപ്രായം വന്നുകൊണ്ട് നമ്മൾ ഒരാളെ കൂടെ വിളിക്കാൻ. അജിത ദീപ. ദീപ്. ഐശ്വര്യ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഞാനത് മാറ്റി പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ പറഞ്ഞു ഉഷ അങ്ങനെ പലതും പറയുമെന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? ഐശ്വര്യ മാറ്റി. കറക്റ്റ് ദാറ്റ്. നോക്കിയേ സാറാ, ഞങ്ങൾ എങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ? Yes, this is the person. ഇതാണ് person dash lives in the next street. അടുത്ത തെരുവിൽ താമസിക്കുന്ന. ഓക്കെ, ദീപ് പറഞ്ഞു. റിനി വീട്ടി. റിനി വീട്ടി. ഓക്കെ, ഞാൻ റിനിയോട് വേറൊരു കാര്യം ചോദിക്കും. ഇതേ ചോദ്യം, അതായത് ദിസ് ഈസ് ദ പേഴ്സൺ ഡാഷ് ലിവ്സ് ഇൻ നെക്സ്റ്റ് സ്ട്രീറ്റ്. അപ്പൊ ഇതിനകത്ത് 3 ആൻസർ തന്നേക്കുന്നതില് ദാറ്റ് എന്ന് പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. അത് അവിടെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്തു. ഞാൻ റിനിയോട് ചോദിക്കുകയാണ്, ദാറ്റ് അവിടെ ഇല്ലാന്ന് വിചാരിക്കുക. ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ആൻസർ എല്ലാത്തും ഇല്ലാന്ന് വിചാരിക്കുക. ഇത് വേറൊരു സംഗതിയോട് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും ആ റിലേറ്റീവ്? Whom lives in the next street. വെരി ഗുഡ്. ഹൂ വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാം. അപ്പൊ 2 എണ്ണം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൂ അങ്ങോട്ട് ഒഴിവാക്കിയത്. ഇതേ സംഗതി ഹൂ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹൂ ലിവ്സ്, ജീവിക്കുന്നതായ, ഇൻ ദ നെക്സ്റ്റ് സ്ട്രീറ്റ്, അടുത്ത സ്ട്രീറ്റിൽ ജീവിക്കുന്ന മനുഷ്യൻ ആ വ്യക്തിയാണ്. ആ രീതിയിലും അത് ഫില്ല് ചെയ്യാം. ഓക്കെ റിനി, യുവർ ആൻസർ ഈസ് വെരി ഗുഡ്. യെസ്. അടുത്ത ഒരു ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 20-18 ചോദ്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് ഒറ്റയടിക്ക് നിങ്ങളുടെ എത്ര ശരിയായിട്ട് വേണം. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം, ഇതൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുക. ആത്മാർത്ഥതയോട് കൂടി നോക്കിയാൽ മതി.
കറക്റ്റ് സാർ ചെയ്തിട്ട് ഈ ഡാറ്റിന്റെ ഒന്നും കൂടെ പറഞ്ഞു തരൂ. ഇതെനിക്ക് ഡാറ്റ് അത്ര സെറ്റ് ആയില്ല. സാറേ ആ ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് സംശയം വന്നത്. ബാക്കി അതാ എല്ലാം എനിക്കും സംശയം. ഏകദേശം എനിക്ക് ക്ലിയറാ. പക്ഷെ എനിക്ക് ആ ദാറ്റ് എന്താ അവിടെ വന്നേന്നുള്ള ഒരു സംശയം. അതാ സാർ ഞാൻ എനിക്കും സംശയം. ഹൂമാണ് അവിടെ ഡാറ്റ് ഉദ്ദേശിച്ച് വെച്ചോണ്ടിരുന്നത് മനസ്സിൽ. ഓക്കെ അങ്ങോട്ട് വരാം, റീജ വരാം, ഒരു ഡോട്ട് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഇന്നിക്കോട്ടെ. എന്ന് പറയുമ്പോ ആരെ എന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ആരെ ജീവിക്കുന്നു എന്ന് പറയുമ്പോ അത് കറക്റ്റ് ആവുന്നില്ല. ഹൂസ് ആരുടെ ജീവിക്കുന്നു, അപ്പോഴും അത് കറക്റ്റ് ആവുന്നില്ല. പിന്നെ ഈ ദാറ്റ് എന്ന് പറയുന്ന വേർഡും വിച്ച് എന്ന് പറയുന്ന വേർഡും ഏതാണ്ട് സെയിം. ആയ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ആയ എന്ന് പറഞ്ഞത് രണ്ട് സെയിം ആണ്. വിച്ച് ജീവനില്ലാത്തതിന് വരുന്നു, ദാറ്റ് രണ്ടിനും വരും. ഇതിനും വരും, ജീവനുള്ളതിനും വരും, ജീവനില്ലാത്തതിനും വരും. യെസ്. അപ്പൊ ആയ എന്നുള്ള അർത്ഥത്തില് ദാറ്റും ഉപയോഗിക്കാറുണ്ട്, വിച്ചും ഉപയോഗിക്കാറുണ്ട്. യെസ്. സാർ ഈ ദാറ്റ് അത് എന്നൊക്കെയല്ലേ വരിക, ആയാന്ന് വരുന്നുണ്ട്. ഈ ദാറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദാറ്റ് അത്, ദാറ്റ് ഈസ് എ പെൻ, അതൊരു പേനയാകുന്നു. അത് നമുക്കൊരു കാര്യം പറയാം. ഇവിടെ ഇവർ ഡൗട്ട് വളരെ ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ദാറ്റിന് പകരം ഹൂ എന്ന് പറഞ്ഞു നോക്കിയേ റീജ. അപ്പൊ അങ്ങനെ വരും നോക്കിയേ. ഹൂ വെച്ച് കറക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഹൂ വെച്ചെന്ന് പറഞ്ഞു നോക്കിയേ. ഹൂ കഴിയുമ്പോ ദ പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ എ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പൊ ഹൂ കുഴപ്പമില്ല, ഹൂ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഹൂവും കുത്തിക്കും. മീനിങ് എന്താണ്? ആരാണോ അടുത്ത സ്റ്റേജ് ജീവിക്കുന്നത് അയാളല്ലേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിൽ ജീവിക്കുന്നതായ അല്ലേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിൽ ജീവിക്കുന്നതായ ആള് ഇതാണ്. അതെ ഈ സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നമ്മള് പേഴ്സൺ പറയുമ്പോ സാർ ദാറ്റ് പേഴ്സൺ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? പറയാറുണ്ട്. അപ്പൊ അവിടുത്തെ അർത്ഥം ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, റിലേറ്റീവ് പ്രോണൗണായിട്ടല്ല. നമ്മൾ ഈ ഹൂ എന്ന് പറയുന്നത് ഹൂ ആർ യു എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആരാകുന്നു, അവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഹൂ ഉപയോഗിക്കുന്നതൊക്കെ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ്. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ രണ്ട് ക്ലോസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏത്? ദിസ് ഈസ് ദ പേഴ്സൺ, അതൊരു ക്ലോസ്. ഹി ലിവ്സ് നെക്സ്റ്റ് സ്റ്റേറ്റ്, ആ രണ്ടിനെ തമ്മിൽ ദാറ്റ് വെച്ച് യോജിപ്പിച്ചു, അല്ലെങ്കിൽ ഹൂ വെച്ച് യോജിപ്പിച്ച് ഒന്നാക്കി. ദിസ് ഈസ് ദ പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ ദി നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോ നേരത്തെ പറഞ്ഞ സംശയം കറക്റ്റ് ആണ്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുന്നു, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ്. യെസ്. ഓക്കെ ദീജ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ. അപ്പം ദേവേഷ്, അർച്ചന എത്ര ശരിയായി? സാർ 25 എണ്ണത്തില് മറ്റേ റിഫ്ലക്സീവ് പ്രോനൗണിന് തെറ്റ് വന്നു സാർ. ഓക്കെ. എത്ര ശരിയായി? ബാക്കി 15 എണ്ണം, 10 എണ്ണത്തോളം തെറ്റിയിട്ടുണ്ട്. 10. ഓക്കെ ഓക്കെ. ശരിയായി. ദുസ്രത്ത് എത്ര ശരിയായി? എണ്ണം മാത്രം 15 എണ്ണം. 15 എണ്ണം. റഷീദ 15. 15. ജസ്ന 15. ആഷാസ് ഹോളി സർ 12. ഓക്കെ. സാരി മനീഷ വരുമ്പോഴേക്ക് സിനി റീജ. സാർ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല സാർ, ഞാൻ ദാറ്റിൽ തന്നെ തൂങ്ങിക്കിടന്നോണ്ട് പോവാൻ സമയം കിട്ടിയില്ല. ശ്രുതി 17. വെരി ഗുഡ്. ജ്യോതിലക്ഷ്മി സർ 14. ഓക്കെ, കുഴപ്പമില്ല. ഐശ്വര്യ കെ 12. ഉഷ. സാറേ ഞാൻ ക്ലാസ്സിലായോണ്ട് കേട്ടതേ പറഞ്ഞുള്ളൂ, 7 എണ്ണേ പറഞ്ഞുള്ളൂ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അജിത സർ 12. ഓക്കെ. റിനി വീട്ടി 16. യെസ്, വെരി ഗുഡ്. ഫാത്തിമ 20. 20. വെരി ഗുഡ്. അപർണ സാനു
സാർ 12. ഓക്കെ, രേഷ്മ? സാർ 17. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. സഫീറ? 11 പകുതിക്കുന്ന കയറി. യെസ്, ഓക്കെ ഓക്കെ. ദീപ? ദീപ ഷിജ? 12. ഓക്കെ. അശ്വതി സുധീർ? യെസ്. അഖില അജയ് ഘോഷ്? 22 എണ്ണം ശരിയായിരുന്നു സാറേ, എന്തോ പറ്റിയെന്നറിയില്ല. വെരി ഗുഡ്. അപ്പൊ ലെക്കായിട്ട് നോക്കിയാണല്ലോ. വെരി ഗുഡ്. അപ്പൊ 22 ഐശ്വര്യ കേവിന് തല ചെകിടിക്കുന്നു. റഷീദ? റഷീദ? സാർ ഞാനിപ്പോ ക്ലാസ് കേറിയിട്ടുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് എഴുതിയെടുക്കണം. ഇത് നിങ്ങൾ എഴുതിയെടുക്കുകയും നോക്കുകയും വേണം. ഇത് എഴുതിയെടുക്കുകയും നിങ്ങൾ നോക്കുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ നീക്കം ആത്മഹത്യാപരമായ ഒരു നീക്കമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. I did not okay ശരി. Okay മനീഷ, no problem. Yes, I did not hear HEAR hear. Okay രേഷ്മ, okay സിംഗു. I did not hear HEAR കേൾക്കുക. I did not hear dash you said SAID. I did not hear dash you said SAID. ABC എന്ന് പറഞ്ഞ ആൻസർ. ഇതിന്റെ ഉത്തരം പറയേണ്ടത് ജ്യോതിലക്ഷ്മിയാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഐശ്വര്യ കെ ലാസ്റ്റ് പറഞ്ഞ ആൻസർ പറഞ്ഞാരായിരുന്നു? ഐശ്വര്യ എഴുതാം. ഓക്കെ, ഐശ്വര്യ തന്നെ ഒന്നുകൂടി തരാം. ഓക്കെ. I did not hear dash you said. Multiple choice അടിയിൽ ABC. A which, B what, C whom. Which, what, whom. Yes, What? is the correct answer. And I did not hear, ഞാൻ കേട്ടില്ല. What you said, എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ കേട്ടില്ല. ഓക്കെ. അപ്പോ ചിലപ്പോ നമുക്കൊരു ക്ലാസ് മാച്ച് കിട്ടുമായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാല് കിട്ടിയില്ലെങ്കിലോ ഇനി വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിട്ട് വന്നത് നിങ്ങളോട് പറഞ്ഞത്. ഇത്രയും ഈ മോഡലുള്ള ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ 5 മോഡലിൽ നിന്നായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒരു കാണാൻ പറ്റുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് മുമ്പ് കാണാൻ പറ്റുകയാണെങ്കിൽ അന്നേരത്തെ ഒരു ആശംസ കൂടി തരാം. കാണാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ തരുന്ന ആശംസ അന്നത്തെ ആശംസ എന്ന് പറഞ്ഞുകൊണ്ട് സർ തന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആർട്ടിക്കിൾ ഇല്ലേ, അത് ഞാൻ എണ്ണിയിട്ടില്ലായിരുന്നു. അതും 5 എന്റെ ശരിയായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. അപ്പൊ മൊത്തം 22 സാറ്. വെരി ഗുഡ്, സെറ്റ്, വെരി ഗുഡ്. കേട്ടാ, ആരും ഒരു മോശമില്ല. കാരണം നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഠിക്കാൻ പറയാണ്ട് നിങ്ങൾ എഴുതിയത്. അപ്പൊ നിങ്ങൾ ഓർമ്മയെന്നാണ് എഴുതിയത്. അത് നിങ്ങളുടെ ഇന്റലിജൻസ് ആണ്. മറ്റേത് അങ്ങനെയല്ല. നാളെ ചോദിക്കോട്ടെ, അത് പറയുമ്പോൾ നിങ്ങൾ ഒന്നും പറിച്ചെങ്കിലും നോക്കും. അല്ലെങ്കിൽ ചോദിക്കുമ്പോ പറയാൻ പറ്റുന്ന രീതിയിൽ ആ ബുക്കെങ്കിലും ഫ്രണ്ടിൽ വെച്ചേക്ക് നിർത്തി അല്ലേ. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങളുടെ സ്വന്തം കൃതിയാണ്. രേഷ്മക്ക് കാര്യം പിടിക്കില്ല അല്ലേ. പക്ഷെ കൊറേയൊക്കെ നമ്മള് ഡെയിലി നമ്മളെ ലൈഫിൽ യൂസ് ചെയ്യുന്ന തന്നെയല്ലേ സർ. ക്വസ്റ്റ്യൻ ടഫ് ഒന്നും അല്ലല്ലോ. ഒരു കൺഫ്യൂഷന്റെ പേരിൽ ചില ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിന്നേ ഉള്ളൂ. കറക്റ്റ് ആണ്. നമ്മളത് കറക്റ്റ് പോയിന്റാണ്. ലൈഫ് ഈസ് ഇമ്പോസിബിൾ. അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പറയുന്ന വാക്കുകളല്ലേ. യെസ്, ഓക്കെ. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ.